തിരുവനന്തപുരം PMGയിലെ TVS ഷോറൂമിൽ തീപിടുത്തം. പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 10ഓളം വാഹനങ്ങൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുലർച്ചെ 3:30 സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഉഗ്രശബ്ദം കേട്ടത്. പിന്നാലെ താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് തീ പടർന്നു. 3 നിലകളുള്ള കെട്ടിടത്തിൽ താഴെ വാഹനങ്ങളും മുകളിൽ ടയറും സ്പെയർ പാർട്സ് ഉപകരണങ്ങളുമായിരുന്നു. ഇതിനൊപ്പം ഡീസലും പെട്രോളും മുറിയിൽ സൂക്ഷിച്ചിരുന്നു. 10ഓളം വാഹനങ്ങൾ കത്തി നശിച്ചു. വണ്ടിയുടെ പാർട്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സ്പെയർ പാർട്സ്, ടയർ, അതുപോലത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. അറിഞ്ഞപ്പോൾ 4 മണിയായി, 3:45, 4 മണിയായി. പുതിയ വണ്ടികൾ താഴെയായിരുന്നു. അതിനകത്തൊരു 3-4 വണ്ടി ഡാമേജ് ഉണ്ട്. ബാക്കി പഴയ വണ്ടിയും കുറച്ച് ഡാമേജ് ഉണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീയണയ്ക്കാൻ 3.5 മണിക്കൂറിലേറെ സമയമെടുത്തു. അപ്പോൾ കോസ് ഓഫ് ഫയർ എന്തെന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. കാരണം മുകളിൽ കുറച്ച് ഫ്യൂലൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം താഴെ ഫയർ ഉണ്ടായതിനു ശേഷം മുകളിലാണ് വലിയ സ്ഫോടനത്തോടുള്ള ഒരു ഫയർ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പം അത് ഫ്യൂവലിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. പിന്നെ അത് ഷോർട്ട് സർക്യൂട്ടാണോ, വേറെ ഏതെങ്കിലും രീതിയിലാണോ, വേറെ എന്തെങ്കിലും മാർഗത്തിലാണോ ഈ ഫയർ ഉണ്ടായതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. കെട്ടിടത്തിന്റെ നിർമ്മാണ രീതി സംബന്ധിച്ചുള്ള കാര്യത്തിലും വിശദമായ പരിശോധന നടത്തും. അപകടമുണ്ടായാൽ രക്ഷപ്പെടാൻ പാകത്തിലുള്ള സൗകര്യം കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് ഫയർഫോഴ്സ് കണ്ടെത്തി. 2 കോടിയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. സംഭവത്തിൽ മ്യൂസിയം പോലീസ് കേസെടുത്തു. 24 തിരുവനന്തപുരം.